വരരുത്, അഞ്ചാം വാതിൽ പോലത്തെ മൂവിയല്ല. അതൊരു സൈക്കോ ത്രില്ലർ ആണെങ്കിൽ ഇതൊരു മെഡിക്കൽ ത്രില്ലറാണ്. ഒരു സസ്പെൻസ് ഉണ്ട്, ആ സസ്പെൻസിലാണ് പടം ലിഫ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ആ സസ്പെൻസ് റിവീൽ ആവുന്നതിന് മുമ്പ് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പടം നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. ഈ ഒരു കഥാപാത്രം ജയറാമേട്ടനെ എത്രത്തോളം നന്നായിട്ട് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റും? ജയറാമിന് നമ്മൾ കാണാത്തൊരു കഥാപാത്രമാണ്. പുള്ളിയുടെ കൂടുതൽ കുടുംബവേഷങ്ങളാണ് കണ്ടേക്കുന്നത്. അപ്പോൾ പുള്ളി ഒരു പോലീസ് ഓഫീസറായിട്ട് വരുമ്പോഴേക്കും അതും വിധുമാനുവലിനെ പോലത്തെ ഡയറക്ടറെ കേട്ട് വരുമ്പോൾ എന്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നോ അത് നമുക്ക് പടത്തേക്ക് കിട്ടിയിട്ടുണ്ട്. വിധുമാനുവലിന്റെ ഡയറക്ഷൻ അടിപൊളിയാണ്, BGM അടിപൊളിയാണ്. എല്ലാവരും അഞ്ചാം പാതിരയായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഒരു അഞ്ചാം പാതിരയെ പ്രതീക്ഷിക്കാതെ മറ്റൊരു ത്രില്ലർ ജോണറിൽ ഇപ്പോൾ ഗരുഡം വന്നായിരുന്നു, മറ്റേ കോർട്ട് റൂമിൽ, പിന്നെ ഫിനിക്സ് വന്നായിരുന്നു ഹൊററിൽ. അതേപോലെ തന്നെ മറ്റൊരു ജോണറിലുള്ള ത്രില്ലറാണിത്. തിയേറ്ററിൽ ഒന്ന് കാണാം. സസ്പെൻസ് അറിയുന്ന തിയേറ്ററിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പടം ഇഷ്ടപ്പെടും. സാറ്റിസ്ഫൈഡ് ആണ്? ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, മമ്മൂക്കയുടെ ഒരു റോൾ എനിക്കറിയായിരുന്നു, പക്ഷെ അതെന്താണെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. അതിനെ 100% സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അത് തിയേറ്ററിലെ കയ്യടി തന്നെ അതിനുള്ള ഉദാഹരണമാണ്. ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ ബാക്കി ജയറാമുണ്ട്, സെന്തിലുണ്ട്, അനശ്വരയുടെ പാസ്റ്റിൽ കാണിക്കുന്നുണ്ട്, ദിലീഷ് പോത്തനുണ്ട്, അങ്ങനെ ജഗദീഷ് ഉണ്ട്. എടുത്തു പറയേണ്ടത് താരനിരയുണ്ട്. നല്ലൊരു താരനിരയുണ്ട്. എല്ലാവർക്കും റോളുകളുണ്ട് നല്ല രീതിയിൽ. കൊണ്ടും ഇതൊരു വലിയൊരു പലരുടെയും കംബാക്ക്, കാസ്റ്റിംഗ് എല്ലാം കൊണ്ടും പെർഫെക്റ്റ്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ ക്യാരക്ടേഴ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ പിടിച്ച് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. ജയറാമേട്ടൻ പൊളിയല്ലേ, പൊളി. അത് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു പെർഫോമൻസ് ആണ്. പുള്ളി എപ്പോഴും ഞെട്ടിച്ചുകൊണ്ടിരുന്നതാണ്, ബട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. ഇതുവരെ കാണാത്തൊരു ജയറാം, എക്സാക്ട്ലി. അപ്പോൾ ഇതുവരെ കാണാത്തൊരു ജയറാമിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ഒരു സാധനം. അതിന് BGMs, ഫൈറ്റ് സീൻസ്, അങ്ങനെ ഭീകരമായിട്ടൊരു ഫൈറ്റ് പടം അല്ലെങ്കിലും ഇതിലെ ഫൈറ്റ് സീൻസും അതിൽ കൊടുത്തിരിക്കുന്ന BGMs ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഇൻപുട്ട് ചെയ്തൊരു സാധനമാണ്. ഓരോ സീൻസും ഭയങ്കര ഗ്രിപ്പിംഗ് ആണ്, ത്രില്ലിംഗ് ആണ്. ആൻഡ് എവറിത്തിങ് ഈസ് കണക്റ്റഡ് ഫ്രം ഫസ്റ്റ് സീൻ ടു ദ ലാസ്റ്റ് എൻഡ്. എല്ലാം ഭയങ്കര കണക്റ്റഡ് ആണ്. സോ എല്ലാവരും കണ്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട, സിനിമയൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. മസ്റ്റ് യു ഡെഫിനറ്റ്ലി. ഈ വീക്കെൻഡ് ഈ വർഷത്തെ ആദ്യത്തെ മസ്റ്റ് വാച്ച് മൂവിയാണ്. തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം, OTT-യിലൊന്നും വെയിറ്റ് ചെയ്യല്ല. ഇത് കുറേ ഓടുമെന്നാണ് എൻ്റെ ഒരു നല്ലൊരു പ്രതീക്ഷ. അങ്ങനെ തന്നെ ആവട്ടെ. നിങ്ങളെല്ലാവരും പടം കണ്ടോ? കാണണം, നിങ്ങളും പോയി കാണണം. ജയറാമേട്ടൻ്റെ മാസം നന്നായിട്ട് വഴങ്ങുമെന്ന് തന്നെയാണ് ഈ ചിത്രം തെളിയിക്കുന്നത്. ഇതങ്ങനെ ഒരു മാസ് എന്ന് പറയാനായിട്ട് എനിക്ക് പേഴ്സണലി പറ്റില്ല, ബട്ട് ഡെഫിനറ്റ്ലി പുള്ളി എടുത്തിരിക്കുന്ന ഒരു സാധനം ഇതുവരെ കാണാത്ത ഒരു ഐറ്റം തന്നെയാണ്. അപ്പം അത് ആൾക്കാർക്ക് എന്തായാലും പിടിക്കും. കാരണം നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു സാധനം പെട്ടെന്ന് ചെയ്യുമ്പോൾ അത് ഇറ്റ്സ് വർക്കിംഗ് ഫോർ. അതുപോലത്തെ കാസ്റ്റാണ് എടുത്തിരിക്കുന്നത്. പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ ആൾക്കാരെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുന്നത്.